ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ ഡ്രൈവറുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂലൈ 15-ാം തീയതി PSC റിലീസ് ചെയ്തിട്ടുള്ള PSC ബുള്ളറ്റിലുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ VFAയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ, ഒക്ടോബറിലാണല്ലേ. അതുപോലെ ഡിഗ്രി മെയിൻസിൻ്റെ 1-2 എക്സാംസിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ളതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ബാക്കി ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് വരാത്തതുകൊണ്ട് വന്നിട്ടില്ല. എനിക്കറിയാം ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും വിഷമത്തിലും സങ്കടത്തിലാണെന്ന് അറിയാം. പക്ഷേ ഇതൊന്നും ആര് ബോധർ ചെയ്തില്ല, PSCക്കാർ ബോധർ ചെയ്തില്ല. അവരൊരു സമയമാകുമ്പോൾ റിസൾട്ട് ഇടും. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 40 അല്ലെങ്കിൽ 45 ദിവസം മാത്രമേ ബാക്കി കാണത്തുള്ളൂ. റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് ഡൗട്ട് എടുത്ത് മാറ്റുക. എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇനി ഒരു 45-50 ദിവസമേ ഉള്ളൂ, എന്നെക്കൊണ്ട് പറ്റുമോ, എനിക്ക് ഇത് ശരിയാവുന്നില്ല, ഒരുപാടുണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഉഴപ്പുന്ന ഒരു വലിയ കൂട്ടം കുട്ടികളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെൽഫ് ഡൗട്ട് മാറ്റിയിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ മുന്നേ പ്രിലിംസിന് പഠിച്ച അല്ലെങ്കിൽ നേരത്തെ പഠിച്ച സെയിം സാധനങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും കയറാനും പറ്റും, ജോലി കരസ്ഥമാക്കാനും പറ്റും. അതിന് 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. എന്തെങ്കിലും മാർക്കറോ എന്തെങ്കിലും ഇട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വാരിയിട്ട് പഠിക്കാതിരിക്കുക. അതായത് ഒരുപാട് റിസോഴ്സ് എടുക്കരുത്. ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്നിട്ട് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുക്കുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ഇത് പഠിച്ചാൽ ശരിയാവോ, അത് പഠിച്ചാൽ ശരിയാവോ, ആ പേപ്പർ വേണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പേപ്പർ എടുക്കണം, അങ്ങനെ ഒന്നും വേണ്ട. കുറച്ച് ലിമിറ്റഡ് റിസോഴ്സ് എടുത്ത് പഠിക്കുക. റിപ്പീറ്റഡ് റിവിഷൻ ചെയ്യുക. എല്ലാവരും പഠിച്ചു വെച്ചത് വീണുടങ്ങി പോകുന്ന ഒരു പ്ലേസാണ് റിവിഷൻ ഇല്ലാത്തത്. സോ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക. നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ് റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിഗ്രി മെയിൻസിനൊക്കെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കും കേട്ടോ. സോ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സ് നോക്കി പഠിക്കുക. കാരണം നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് സമയമാണ്. അപ്പോൾ നമുക്ക് PSCയെ പോലെ ഒരു വൈഡായിട്ടൊരു സിലബസ് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പം നമ്മളിപ്പം ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിലിപ്പോൾ വേൾഡ് ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കേരള ഹിസ്റ്ററി വരുമ്പോൾ നവോത്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യുക, എടുത്ത് ആ ഹോട്ട് ടോപ്പിക്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ഒരെണ്ണം വെച്ച് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്തു പോകണം. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക അല്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേനും ഈ ചോദ്യം ഏത് ടോപ്പിക്കിൽ നിന്നാണ് PSC ചോദിച്ചിട്ടുള്ളതെന്ന് അനലൈസ് ചെയ്യുക. ഒരു 10-15 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. പിന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും പ്രീവിയസ് ഇയർ ഉറപ്പായിട്ടും ചെയ്യുക. മലയാളമൊക്കെ പ്രീവിയസ് ഇയർ തന്നെയാണ് മിക്കതും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്ന്, ആരും ഒന്നും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്താൽ മാറിയിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് നമ്മൾ എക്സാമിന് കയറുന്ന സമയത്ത് അവരെല്ലാം പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. ടെൻഷൻ കാരണം തെറ്റിച്ച് വെച്ചിട്ട് വരും. അതില്ലാതിരിക്കാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് വലിയൊരു ഫാക്ടറാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ നമുക്കറിയാവുന്നതായിരിക്കും, നമ്മൾ തെറ്റിച്ച് വെച്ചിട്ട് വരും, അല്ലെങ്കിൽ ബബിൾ ചെയ്യുന്നത് നമ്മൾ തെറ്റിച്ച് വെച്ചിട്ട് വരും. അപ്പോൾ സോ എന്ത് ചെയ്യുക, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് പോകുമ്പോൾ, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വേറൊരു കാര്യം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ക്വസ്റ്റ്യനിൽ ചോദിക്കും ശരി ഏത് തെറ്റ് ഏത്. ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ശരി ഏത് തെറ്റ് ഏതെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളെ പേനിട്ടൊന്ന് മാർക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. എന്നിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ പോവാൻ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ശരിയായിരിക്കും, നമ്മൾ പോയി മാർക്ക് ചെയ്ത അതിലേതാണ് തെറ്റെന്ന് കണ്ടുപിടിച്ചിട്ടായിരിക്കും. സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച്, ഹാർഡ് വർക്കിനെക്കാട്ടിലും നമുക്ക് സമയം കുറവായതുകൊണ്ട് സ്മാർട്ട് വർക്കേ ഇവിടെ വർക്ക് ആവത്തുള്ളൂ. സോ എല്ലാവരും നല്ല രീതിക്ക് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്ത് ലൈഫിൽ എന്ത് ചെയ്യുക, ഒരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ മോട്ടിവേഷനൊക്കെ കഴിഞ്ഞ് എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യാം. നമുക്ക് നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ PSC ബുള്ളറ്റിനിൽ ഒരു സൈഡിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ഒരു ചോദ്യമാണിത്.
തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്താതെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ തത്സമയം അക്ഷര രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന പുതിയ AI സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രെയിൻ ടു കോർട്ടി V2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്താതെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ തത്സമയം അക്ഷര രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന പുതിയ AI സാങ്കേതിക വിദ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്രെയിൻ ടു കോർട്ടി V2 ആണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്സിഡൻറ്റ് വരെ അത് ഗുരുതരമായിട്ടുള്ള നാഡീരോഗങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സംസാരിക്കാൻ പറ്റാത്തവർക്കൊക്കെ ബ്രെയിനിൽ നടക്കുന്ന സിഗ്നൽസിനെ ഇത് എന്താക്കി മാറ്റും? അക്ഷര രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സാങ്കേതിക വിദ്യ സഹായിക്കും. അതിനെന്താണ് പറയുന്നത്? ബ്രെയിൻ ടു കോർട്ടി V2 ആണ്. ഇതാരാണ് വികസിപ്പിച്ചെടുത്തത്? ഇത് മെറ്റയാണ് വികസിപ്പിച്ചെടുത്തത്. ആരാണ്? മെറ്റയാണ് വികസിപ്പിച്ചെടുത്തത്. നമ്മുടെ മെറ്റയുടെ CEO ആരാണ്? നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ് അല്ലേ? മാർക്ക് സക്കർബർഗ് അല്ലേ? ഒന്ന് ഓർത്ത് വെച്ചിരുന്നോയെ. IT-ലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. മെറ്റയുടെ CEO ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, സംസ്ഥാന പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതി അറിയപ്പെടുന്നതാണ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്താണ്? സംസ്ഥാന പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് എന്ത്? സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഫുൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ ഒരു പദ്ധതിക്ക് ഒരു ടാഗ് ലൈൻ ഉണ്ട്. റിക്ലെയിം, റിന്യൂ, റിവീവ് എന്നുണ്ട്. എന്താണ്? റിക്ലെയിം, റിന്യൂ, റിവീവ്. ഓക്കെ, നമ്മൾ ബസ്സിലും അല്ലെങ്കിൽ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ ഈ പോലീസ് സ്റ്റേഷനിലും സൈഡിലൊക്കെ ഇവർ പിടിച്ച വണ്ടികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സ്പേസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2026 നാറ്റോ ഉച്ചകോടി എവിടെയാണ് നടന്നത്? തുർക്കിയിലെ അങ്കറ. അപ്പൊ തുർക്കിയിലെ അങ്കറയിലാണ് 2026 നാറ്റോ ഉച്ചകോടി നടന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2025 എവിടെയാണ് നടന്നത്? 2025 നടന്നത് നെതർലാൻഡിലാണ്. എവിടെയാണ്? നെതർലാൻഡിലെ ഹേഗാണ്. തരാവേ, 2025 ഹേഗ് എവിടെയാണ്? നെതർലാൻഡ് ആണ്. നെതർലാൻഡ്. 2024 വാഷിങ്ടൺ DC-യിലാണ്. അത് എവിടെയാണ് വാഷിങ്ടൺ DC? വാഷിങ്ടൺ DC വരുന്നത്, ഞാൻ അത് ഒന്ന് വാഷിങ്ടൺ DC എവിടെയാണ് വരുന്നത്? വാഷിങ്ടൺ DC അമേരിക്ക അല്ലേ? അമേരിക്ക. വാഷിങ്ടൺ DC അമേരിക്ക. അപ്പോൾ ഓർത്ത് വെച്ചിരുന്നോ, ഞാനിപ്പോൾ പറയുമ്പം തന്നെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. 2026 തുർക്കിയിലാണ്, അങ്കറയിൽ. 2025 ഹേഗാണ്. എവിടെയാണ്? നെതർലാൻഡ്. 24 വാഷിങ്ടൺ DC അമേരിക്കയിലാണ് നടന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 വേദികളൂടെ ഞാൻ പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേദികൾ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. G7 2026 വേദി ഫ്രാൻസ് ആണ്. ഫ്രാൻസ് 2026 ആണ്. G7 2026 ഫ്രാൻസ്. ഇനി വരുമ്പോൾ 2025 എവിടെയാണ്? അത് കാനഡയായിരുന്നു. എവിടെയാണ്? കാനഡ. അത് കാനഡയായിരുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഇതാണ് G20. G20 വരുമ്പോൾ G20 വരുന്ന സമയത്ത് G20 ഉൾപ്പെടാത്ത ഒരു രാജ്യമുണ്ട്, അറിയാമോ? സിംഗപ്പൂറാണ്. G20 ഉൾപ്പെടാത്ത, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അതൊന്ന് ഓർത്ത് വെച്ചോയെ. ഇനി G20 വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 G20 മിയാമി. എവിടെയാണ്? മിയാമി. 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 അത് എവിടെയാണ് വരുന്നത്? അമേരിക്ക. ഇതൊന്ന് നിങ്ങൾ നോട്ട് എഴുതണ്ട. ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ സ്കിൽ ട്രെയിനറുടെ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടിട്ട് ആ നോട്ട് കൊടുന്ന് പോയി വായിക്കാം. G20 എവിടെയാണ്? G20 2026 വരുന്നത് മിയാമി. മിയാമി അമേരിക്കയാണേ. അമേരിക്ക.
ഇനി 2027 G20 വേദി എവിടെയാണ്? അത് ബ്രിട്ടൻ ആണ്, ബ്രിട്ടൻ. ഇനി 2028 കൂടെ അറിഞ്ഞിരുന്നോ? ഇതൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കൊറിയയാണ്, കൊറിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരുന്നോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡേ ബൈ ഡേ എന്താ പറയുക, കുറച്ച് വേദികൾ വെച്ച് പഠിച്ചു പോവാം. കാരണം PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെയായിരുന്നു. 2026 NATO ഉച്ചകോടി എവിടെയാണ് നടന്നത്? എവിടെയാണ്? തുർക്കിയിലെ അങ്കറയാണ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമ്മൾ G7 പഠിച്ചു, G20 പഠിച്ചു. മറന്നു പോകരുത് ഇതൊന്നും. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ 8 ലൈൻ എക്സ്പ്രസ് വേ തുരങ്കം കടന്നു പോകുന്ന കടുവാ സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യ 8 ലൈൻ എക്സ്പ്രസ് വേ തുരങ്കം കടന്നു പോകുന്ന കടുവാ സങ്കേതം ചോദിച്ചാൽ അത് ഏതാണ്? മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് ആണ്. ഈ ഒരു എക്സ്പ്രസ് വേക്ക് ഏകദേശം 4.9 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ഈ ഒരു തുരങ്കത്തിന്റെ ലെങ്ത് ആണ്, ഈ നീളമാണ് ഞാൻ പറയുന്നത്, 4.9 കിലോമീറ്റർ. ഇതിലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് എവിടെയാണ് ഈ ഒരു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ PSCക്ക് ഇങ്ങനെയും ചോദിക്കാം, മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഏതാണ്? രാജസ്ഥാനാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, VBG റാംജിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? മുഖവരിപ്പള്ളി ഗ്രാമം, തിരുപ്പതി ജില്ല. ഇത് എവിടെയുള്ള സ്ഥലമാണ്? ഇത് ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലമാണ്. ഇത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. എവിടെയാണിത്? മുഖവരിപ്പള്ളി ഗ്രാമം, തിരുപ്പതി ജില്ല, ആന്ധ്രാപ്രദേശ്. ഓക്കെ, എന്താണ് VBG റാംജി? നമ്മുടെ ഒരുപാട് ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നൊരു പദ്ധതിയാണ് VBG റാംജി പദ്ധതി. ഇത് നിലവിൽ വന്നത് എന്നാണ്? 2026 ജൂലൈ 1 അല്ലെ? ജൂലൈ 1 2026 ജൂലൈ 1 ഇത് നിലവിൽ വന്നത്. ഇനി ഇതിലെന്താ, 100 തൊഴിൽ ദിനങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് എപ്പോഴും മുന്നേ. ഇപ്പോഴെന്താക്കി മാറ്റി? VBG റാംജി വന്നപ്പോൾ അത് 125 മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, 2026 ജൂണിൽ ഇരട്ട ഭൂകമ്പം ഉണ്ടായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ചോദിച്ച വെനസ്വേലയാണ്. നമ്മുടെ PSC ബുള്ളറ്റിൽ കൊടുത്തിരുന്നൊരു പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ കാരണം. 2026 ജൂണിൽ ഇരട്ട ഭൂകമ്പം ഉണ്ടായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ചോദിച്ച വെനസ്വേലയാണ്. ഏകദേശം നമ്മുടെ റിക്ടർ സ്കെയില് 7.5 7.2 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണിത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശിലെ ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജൊന്നഗിരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ജൊന്നഗിരി അല്ലെങ്കിൽ എന്ത് പറയും? സ്വർണ്ണഗിരി എന്നുകൂടെ അറിയപ്പെടുന്നത്. എന്ത് പറയും? സ്വർണ്ണഗിരി എന്നുകൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ജൊന്നഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. നമ്മുടെ കുർണൂൾ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. കുർണൂൾ. ഓക്കെ, ഈ ഡിസ്ട്രിക്റ്റില് ജൊന്നഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ആന്ധ്രാപ്രദേശിലെ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെച്ചിരുന്നു. അടുത്ത ചോദ്യം, 29ാം നാഷണൽ കോൺഫറൻസ് ഓൺ ഗവേണൻസ് എവിടെയാണ് നടക്കുന്നത്? ഓർത്തു വെച്ചിരുന്നു, അത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് 29ാമത് നാഷണൽ കോൺഫറൻസ് ഓൺ ഗവേണൻസ് എവിടെയാണ് നടക്കുന്നത്? രാജസ്ഥാനിലെ ജയ്പൂർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ റിം ഓഫ് പസഫിക് എക്സർസൈസസ് എവിടെയാണ് നടക്കുന്നത്? US-ലെ ഹവായി ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ മുകളിൽ എഴുതിത്തരാം. US-ലെ ഹവായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിം ഓഫ് പസഫിക് എക്സർസൈസസ്, റിപ്പാക്ക് എന്നൂടെ പറയും. റിം ഓഫ് പസഫിക് എക്സർസൈസസ് എവിടെയാണ് നടക്കുന്നത്? US-ലെ ഹവായിൽ വെച്ചിട്ടാണ്. ഇത് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? ജൂൺ 24 മുതൽ
ജൂലൈ 31 വരെയാണ് നടന്നത്. ജൂൺ 24 മുതൽ ജൂലൈ 31 വരെയാണ് നടന്നത്. ഓക്കെ, ഇത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? 1971 മുതലാണ് നമ്മുടെ റിം ഓഫ് പസഫിക് എക്സർസൈസസ് തുടക്കം കുറിച്ചത്. 2 വർഷത്തിലൊരിക്കലാണ് ഈ ഒരു നാവികാഭ്യാസം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നു. നമ്മുടെ അടുത്ത ചോദ്യം, ഗ്രാമീണ യുവതി യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് നബാർഡ് അടുത്തിടെ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഗ്രാമോദ്യം. ആരംഭിച്ച പദ്ധതിയാണ്? നബാർഡ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാമോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? യുവതി യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നബാർഡ് രൂപീകരിച്ചൊരു പദ്ധതിയാണ് ഗ്രാമോദ്യം. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ജൂലൈ 12 ആയിരുന്നു ഇതിന്റെ സ്ഥാപക ദിനം. ജൂലൈ 12 ഇതിന്റെ സ്ഥാപക ദിനം. 45 വർഷത്തെ തികഞ്ഞതിന്റെ വാർഷിക ദിനമായിരുന്നു. ആ ദിവസം ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ള KV ഷാജി, നമ്മൾ നബാർഡിന്റെ ചെയർമാന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചു പോക്കും. ആരാണ്? KV ഷാജി. ജൂലൈ 13 ഈ ഒരു പദ്ധതി അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്ഥാപക ദിനം ഓർത്തു വെച്ചിരുന്നോ? എന്നാണ്? ജൂലൈ 12. ഇത് എന്നാണ് രൂപീകരിച്ചത്? നബാർഡ് എന്നാണ് രൂപീകരിച്ചത്? പറയേ. 1982 നബാർഡ് രൂപീകരിച്ചത്. ഇപ്പൊ 45 വർഷം തികഞ്ഞിരിക്കുകയാണ്. ജൂലൈ 12 ഈ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ നബാർഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മീഷൻ ഉണ്ട്. അറിയാവോ? ഏതാണെന്ന് വെച്ചാൽ ബി ശിവരാമൻ കമ്മീഷൻ. നമ്മൾ ഇപ്പോഴുള്ള ചെയർമാനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നബാർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? എം രാമകൃഷ്ണയ്യ. ഓർത്തു വെച്ചിരുന്നോ പേരൊക്കെ? എം രാമകൃഷ്ണയ്യ. ഓക്കെ, അപ്പോൾ നബാർഡിന്റെ ആദ്യത്തെ ചെയർമാനാണ് എം രാമകൃഷ്ണയ്യ. നബാർഡ് രൂപീകരിച്ച വർഷം 1982 ജൂലൈ 12 ഇപ്പോഴുള്ള ചെയർമാൻ ആരാണ്? KV ഷാജിയാണ്. ശിവരാമൻ കമ്മീഷൻ, ബി ശിവരാമൻ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? നബാർഡ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മീഷനാണ് ഏത്? ബി ശിവരാമൻ കമ്മീഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രാമോദ്യം എന്ന് പഠിച്ചല്ലോ അല്ലേ? ഇപ്പൊ തന്നെ പഠിച്ചു. യുവതി യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്താണ്? ഗ്രാമോദ്യം. അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? യാനിക് സിന്നർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? യാനിക് സിന്നർ. 2025 വിംബിൾഡൺ പുരസ്കാരം ലഭിച്ചത് ആർക്ക് തന്നെയാണ്? നമ്മുടെ യാനിക് സിന്നറിന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആർക്ക്? യാനിക് സിന്നറിന് ഈ ഒരു കിരീടം ലഭിച്ചത്. 2 തവണ, രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ യാനിക് സിന്നറിന് ലഭിക്കുന്നത്. അതുകൂടെ ഓർത്തു വെച്ചിരുന്നു. അതുപോലെ തന്നെ യാനിക് സിന്നറിന് ഇപ്പൊ ടോട്ടല് 5 ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ലഭിച്ചിട്ടുള്ളത്. 5 ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? യാനിക് സിന്നറിന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2025 2026 വിംബിൾഡൺ ലഭിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 2024 US ഓപ്പൺ ലഭിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 2024 2025 ഓസ്ട്രേലിയൻ ഓപ്പൺസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ 5 ഗ്രാൻഡ് സ്ലാം കിരീടം ആർക്കുണ്ട്? യാനിക് സിന്നറിന് ഉണ്ട്. ഓക്കെ, അപ്പൊ 2026 വിംബിൾഡൺ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് ഓർത്ത് വെച്ചിരുന്നോ കേട്ടോ. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ. അടുത്തതും ഒരു സ്പോർട്സ് റിലേറ്റഡ് ചോദ്യമാണ്. 2026 ICC വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഇത് 10ാമതാണ്. 2026 ICC വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. ഈ 10 തവണയിലും 7 തവണയും ഈ ഗെയിമിൽ അല്ലെങ്കിൽ ഈ ഒരു കളിയിൽ വിജയിച്ചത് ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. 10ൽ 7 തവണയും കിരീടം ലഭിച്ചത് ആർക്ക് തന്നെയാണ്? ഓസ്ട്രേലിയക്ക്. ലോകകപ്പ് ലഭിച്ചത് ആർക്കാണ്? ഓസ്ട്രേലിയക്കാണ്. ഇതിന്റെ റണ്ണറപ്പ് ആയിരുന്ന രാജ്യം കൂടെ അറിഞ്ഞിരുന്നു. ഇംഗ്ലണ്ട്. റണ്ണറപ്പ് ആരാണ്? ഇംഗ്ലണ്ട് ആണ്.
ഹോസ്റ്റ് കൺട്രിയും ഇംഗ്ലണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2026 ICC വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. അടുത്ത പോയിന്റ്, പുന്നമടക്കായലിൽ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴയുന്ന വേഴാമ്പൽ. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വള്ളം തുഴഞ്ഞു പോകുന്നൊരു വേഴാമ്പലിനെ. പുന്നമടക്കായലിൽ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ്? വള്ളം തുഴയുന്ന വേഴാമ്പലാണ്. ഇത് നമ്മുടെ റാംകോ ആനന്ദി എന്ന് പറഞ്ഞിട്ടൊരു നോവലില്ലേ, റാംകോ ആനന്ദി, അതിന്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടുള്ള ഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് ഈ ഒരു ഭാഗ്യ ചിഹ്നം തയ്യാറാക്കിയത്. എന്താണ്? വള്ളം തുഴയുന്ന വേഴാമ്പൽ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും ഉയർന്ന സംസ്ഥാന തുക ചോദിച്ചാൽ 25 ലക്ഷം രൂപയാണ്. ഓർത്തു വെച്ചിരുന്നോ? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും ഉയർന്ന സമ്മാന തുക ചോദിച്ച ഏതാണ്? 25 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം എന്താണ്? 20 ലക്ഷം. മൂന്നാം സമ്മാനം 15 ലക്ഷം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ്. അടുത്ത ചോദ്യം, ഒരു അക്കാദമിക് സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ശേഷി ചിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ CNVRIK ആണ്. ഒരു അക്കാദമിക് സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ശേഷിയുള്ള ചിപ്പ് ചോദിച്ച ഏതാണ്? CNVRIK ആണ്. നമ്മുടെ IT സെക്ഷനിൽ നിന്നൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ്, ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം എവിടെയാണ്? നോർത്ത് പോൾ ഡോം, പിംബാര, ഓസ്ട്രേലിയയിലുള്ള നോർത്ത് പോൾ ഡോമിലാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം കാണപ്പെടുന്നത്. എത്രയാണ്? 302 കോടി പഴക്കമുള്ള ഗർത്തമാണ് സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ളത്. എവിടെയാണത്? നോർത്ത് പോൾ ഡോം, ഓസ്ട്രേലിയ. ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം എവിടെയാണ്? നോർത്ത് പോൾ ഡോം. 2026 ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻ പുറത്തിറക്കിയ ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വീഡനാണ്. നമ്മൾ ഇങ്ങനത്തെ ഇൻഡെക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കൂടുതലും ചോദിക്കുന്നത് ഇന്ത്യയുടെ റാങ്കിങ് ആണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും. ഫസ്റ്റ് വരുന്നത് സ്വീഡൻ ആണ്. ഇതിൽ സെക്കൻഡ് വരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. തേർഡ് വരുന്നത് ഫിൻലാൻഡ്. നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് 125. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ റാങ്കിങ് അറിഞ്ഞിരിക്കണം. എത്രയാണ്? 125. അപ്പോൾ 2026 ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻ പുറത്തിറക്കിയ ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ചോദിച്ചത് സ്വീഡൻ ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 125. സെക്കൻഡ് വരുന്നത് സ്വിറ്റ്സർലാൻഡും തേർഡ് വരുന്നത് ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതിയാണ് ആശ്വാസ് 2026. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതി ചോദിച്ച ഏതാണത്? ആശ്വാസ് 2026 ആണ്. ഇത് ഒരു ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ഇതിന്റെ കാലാവധി വരുന്നത്. ഇത് എന്തോ പലിശ എങ്ങാണ്ടോ അടയ്ക്കണ്ട, അല്ല കുറച്ചടച്ചാൽ മതി, മുതലടയ്ക്കണം, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പോട്ടെ, കറക്റ്റ് എനിക്ക് അറിയില്ല. എനിവേ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൽ വരുമ്പോൾ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? ഓർത്തു വെച്ചിരുന്നോ? ലിജു. സഹകരണ വകുപ്പ് കോർപ്പറേഷനും വേറൊരു വകുപ്പ് കൂടെ പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഏതാണ്? എക്സൈസ് ആണ്. എക്സൈസ്. ഓക്കെ, അപ്പൊ ആശ്വാസ് 2026 എന്താണെന്ന് ഓർത്തു വെച്ചിരുന്നോ? എന്താണ്? വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയെ തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതിയാണ് ഇത്, ആശ്വാസ് 2026. കേരള കാർഷിക സർവകലാശാല അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളക് ഇനം ചോദിച്ച KU തേജസ്വിനി എന്താണ്? പച്ചമുളകാണ്. ഏതിനമെന്ന് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അങ്ങനെ PSC ചോദിക്കാൻ 10th ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്.
ഡിഗ്രി ലെവലിലും ചോദിക്കാറുണ്ട്. കേരള കാർഷിക സർവകലാശാല അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളക് ഇനം ചോദിച്ച ഏതാണ്? KAU തേജസ്വിനി. ഇനി നമുക്ക് 1, 2, 3 അപ്പോയിന്റ്മെന്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം വരുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നമ്മുടെ VSSC ഡയറക്ടറായിട്ട് ആരെയാണ് നിയമിച്ചത്? ഡോക്ടർ UP രാജീവ്. അപ്പോ VSSC ഡയറക്ടർ ആരാണ്? ഡോക്ടർ UP രാജീവ് ആണ്. അടുത്ത ചോദ്യം, ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിച്ചത് ആരെയാണ്? മഹേഷ് ദീക്ഷിത്. ഇവിടെ താഴെ ഒരു ദീക്ഷിത് വരുന്നുണ്ട്, തിരിഞ്ഞു പോകരുത്. ഇന്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ IBയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിച്ചത് ആരെയാണ്? മഹേഷ് ദീക്ഷിത്. വ്യോമസേനയുടെ ഉപമേധാവി അതായത് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി നിയമിതനായത് ആരാണ്? എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ആണ്. ഇവിടെ നമ്മുടെ IBയുടെ ഡയറക്ടർ ആരാണ്? മഹേഷ് ദീക്ഷിത് ആണ്. ഇവിടെ നമ്മുടെ വ്യോമസേനയുടെ ഉപമേധാവി ആരാണ്? എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. ഓക്കെ, അടുത്ത അപ്പോയിന്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? N ശേഷാദ്രിനാഥൻ. നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? N ശേഷാദ്രിനാഥൻ. 8ാമതാണ്. 8th പേഴ്സൺ ആണ്. 7ാമത് വരുന്നത് ഷാജഹാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് രൂപീകൃതമായത്? എന്നാണ്? വർഷം പറയും 1993 ഡിസംബർ 3 അല്ലെ? 1993 ഡിസംബർ 3 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്ത് രൂപീകൃതമായത്. ഇനി നമ്മുടെ ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ് അല്ലെ? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാറുണ്ട്. ആരാണ് നിയമിക്കുന്നത്? ഗവർണർ. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ്. ഇനി ഇവരുടെ കാലാവധി എത്രയാണെന്ന് അറിയാമോ? കാലാവധി 65 വയസ്സ് വരെ, അല്ലാന്നുണ്ടെങ്കിൽ 5 വർഷം. 65 വയസ്സ് വരെ, അല്ലാന്നുണ്ടെങ്കിൽ 5 വർഷമാണ്. ഇനി നമ്മുടെ ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഏതാണ്? 243Kയും 243 ZAയും ആണ്. ഇത് രണ്ടും കൂടെ ഓർത്ത് വെച്ചിരുന്നോയെ. ഇതൊക്കെയാണ് 243Kയും 243 ZAയിലും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നോ? അപ്പൊ നമ്മൾ പഠിച്ച നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? N ശേഷാദ്രിനാഥൻ. അത് പറഞ്ഞു പോയപ്പോഴാണ് നമ്മൾ ഇത്രയും പോയത്. 7ാമത്, ഇത് 8ാമതാണ്. 7ാമത് ആരായിരുന്നു? ഷാജഹാൻ ആണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാണ് ഇത് രൂപീകൃതമായത്? 1993 ഡിസംബർ 3 ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്? ഗവർണർ ആണ് നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി എത്രയാണ്? 5 വർഷം, അല്ലാന്നുണ്ടെങ്കിൽ 65 വയസ്സ് വരെ. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ ഇതിനെ കുറിച്ച് 2 ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? 243Kയിലും 243 ZAയിലും. ഓക്കെ, അടുത്ത പോയിന്റ്, ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയായ നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? അനിൽ മേനോനാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയായ നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? അനിൽ മേനോനാണ്. ആദ്യ മലയാളിയാണ്, ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? എല്ലാവർക്കും അറിയാം, ശുഭാംശു ശുക്ലയാണ് അല്ലെ? അത് നോട്ട് ചെയ്തോ. ആരാണ്? ശുഭാംശു ശുക്ല. ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണ്? ശുഭാംശു ശുക്ല. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച് നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 ഇമ്പോർട്ടന്റ് ആണ്. സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. 8 മാസം ബഹിരാകാശത്ത് ചെലവിടും. അപ്പൊ ഇത് ഈ ഒരു പേടകം എന്താണ്? സോയൂസ് MS-29 എന്നാണ് തിരിച്ചത്? ജൂലൈ 14 എത്ര മാസം അവിടെ ചെലവിടും? 8 മാസം ബഹിരാകാശത്ത് ചെലവിടും. അപ്പൊ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയായ നാസ സയന്റിസ്റ്റ് ആരാണ്? അനിൽ മേനോനാണ്. ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. 2026 പെറുവിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കെയ്കോ ഫുജിമോറി ആണ്. 2026 പെറുവിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കെയ്കോ ഫുജിമോറി ആണ്. ഇത് പറയാൻ റീസൺ, ഈ കെയ്കോ ഫുജിമോറിയുടെ അച്ഛനും പ്രസിഡന്റ് ആയിരുന്നു. ആൽബർട്ട് ഫുജിമോറി പ്രസിഡന്റ് ആയിരുന്നു. ഈ കെയ്കോ ഫുജിമോറി 2-3 തവണ പ്രസിഡന്റിന് മത്സരിച്ചെങ്കിലും പരാജയമാണ് സംഭവിച്ചത്. ഇപ്പോൾ 2026 പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, 2026 പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയിൽ 1ാമതുള്ളത് ആരാണ്? ഫിൻലാൻഡ് ആണ്. 2026 പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയിൽ 1ാമതുള്ളത് ഏതാണ്? ഫിൻലാൻഡ് ആണ്.
രണ്ടാമത് വരുന്നത് സ്വീഡൻ ആണ്. സെക്കൻഡ് പൊസിഷൻ വരുന്നത് ആരാണ്? സ്വീഡൻ. തേർഡ് പൊസിഷനിൽ വരുന്നത് ഡെൻമാർക്ക് ആണ്. ഡെൻമാർക്ക്. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരുന്നോ? ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 94-ാമതാണ്. 2025 99-ാമതായിരുന്നു. ഇപ്പൊ അത് എത്രയായി? 94 മാറിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ ആരാണ്? ദീപ്തി ശർമ്മയാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ ആരാണെന്ന് ചോദിച്ചാൽ ദീപ്തി ശർമ്മയാണ്. 356 വിക്കറ്റുകളാണ് ദീപ്തി ശർമ്മ എടുത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ, വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ ചോദിച്ചാൽ ആരാണ്? ദീപ്തി ശർമ്മ. അടുത്ത പോയിന്റ്, ഫിഡെ വേൾഡ് കപ്പ് കേഡറ്റ്സ് 2026 അണ്ടർ 12 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആരാണ്? ദിവി ബിജേഷ് ആണ്. ഫിഡെ വേൾഡ് കപ്പ് കേഡറ്റ്സ് 2026 അണ്ടർ 12 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആരാണ്? ദിവി ബിജേഷ് ആണ്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ PSC 2026 ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC ബുള്ളറ്റിനിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് സ്പോർട്സിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നീരജ് ചോപ്ര ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നീരജ് ചോപ്രയാണ്. ഇവിടെ നമുക്ക് മികച്ച പുരുഷനാണ്. ഇനി ഇതില് വുമൺ വരും, വനിത വരും. അതിൽ വരുന്നത് പരുൾ ചൗധരിയാണ്. പരുൾ ചൗധരി. PARUL പിന്നെ ചൗധരി. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നോ? മികച്ച പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാവലിംഗ് ത്രോയിലുള്ള നീരജ് ചോപ്രയും, വിമൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുൾ ചൗധരിയാണ്. ദേശീയ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച മലയാളി ആരാണ്? ആൻസി സോജൻ ആണ്. ദേശീയ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച മലയാളി ആരാണ്? ആൻസി സോജൻ ആണ്. മുന്നേ അഞ്ജു ബോബി ജോർജിന് 6.83 എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നു. ഇതിനെ മറികടന്നുകൊണ്ടാണ് ആൻസി സോജൻ 6.88 ചാടി എന്ത് കരസ്ഥമാക്കിയത്? റെക്കോർഡ് കരസ്ഥമാക്കിയത്. അപ്പോൾ ദേശീയ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച മലയാളി ആരാണ്? ആൻസി സോജൻ. ഇനി ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഇത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് നടന്നത്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഇതിന്റെ നോട്ടും ഇതിന്റെ ക്വസ്റ്റ്യൻസും നമ്മുടെ സ്കിൽ റൈനോ എന്ന ആപ്പിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് അതിന്റെ ഒരു റിവ്യൂ ഒക്കെ നമ്മുടെ ഈ ഒരു കമന്റ് സെക്ഷനിൽ ഒന്ന് എല്ലാവരും ഒന്ന് പറയുക. അതേപോലെ ഇതിന് മുന്നേയും ഞാൻ ഇതിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് വീക്ക്ലിയാണ് നമ്മൾ PSC ബുള്ളറ്റിന് ക്ലാസ് ഇടുന്നത്. ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.